എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ താരം കണ്ണൂർ സ്പെഷ്യൽ കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ കണ്ണൂരിലെ ഒട്ടുമിക്ക എല്ലാ ബേക്കറിയിലും ഈ ഒരു കലത്തപ്പം ഉണ്ടാവും. നല്ല ഫേമസുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീട്ടിൽ ഇതെങ്ങനെ ഈസിയായി റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ടേക്ക് 1 കപ്പ് പച്ചരി എടുക്കാം. അപ്പോൾ ഏത് തരം പച്ചരി നമുക്ക് ഇതിന് വേണ്ടി എടുക്കാൻ കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി ഒരു സോസ് പാൻ എടുക്കാം. അതിലോട്ടേക്ക് 2 പീസ് ശർക്കര എടുക്കാം. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ, ഈ ഒരു നിലയിലുള്ള 2 പീസ് ശർക്കരയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഒന്ന് പൊടിച്ചിട്ടും ചേർക്കാൻ കേട്ടോ. ഞാനിപ്പോൾ പൊടിക്കുന്നൊന്നുമില്ല, നേരിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാൻ പോവുകയാണ്. ശർക്കര മെൽറ്റായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ആദ്യം കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മൾ അരി ഒന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അരി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കുക. ഏതുതരം അരിൻ്റെ ചോറും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 4-5 ഏലക്ക ഇതുപോലെ തന്നെ മൊത്തത്തിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തരികളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ മാവ് ഞാൻ ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മെൽറ്റാക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര ഇവിടെ നല്ലവണ്ണം തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു ചൂടോടുകൂടി തന്നെ നമ്മുടെ ഒരു ശർക്കര ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു മാവിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കയ്യിൽ നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കുക, മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുകയും വേണം. രണ്ടും ഈക്വലായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലവണ്ണം തന്നെ ശർക്കര മെൽറ്റാക്കിയത് നന്നായിട്ട് തന്നെ ഇതിൽ മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഏകദേശം ഇവിടെ നന്നായിട്ട് തന്നെ നമ്മളിവിടെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാറ്ററി ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവേണ്ടത്. അധികം ലൂസായി പോകാനും പാടില്ല, അധികം തിക്കായി പോകാനും പാടില്ല. നമ്മളൊരു നീർദോശൻ്റെ ഒരു പാകമാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതിലോട്ടേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം, അതായത് അപ്പക്കാരം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ ചേർത്തിട്ടുള്ള ബേക്കിംഗ് സോഡ നമ്മുടെ മാവിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ആകുന്ന തരത്തിൽ നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ എടുക്കാം. നമ്മൾ ഈ ഒരു കലത്തപ്പം നമ്മൾ കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച്, അതായത് തേങ്ങ കൊത്തും ചെറിയുള്ളി, ഒരു 4-5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവർ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ ലൈറ്റ് കളർ ചേഞ്ച് ആയിട്ട് വരണം. അപ്പോൾ ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിൽ നിന്ന് പകുതി നമുക്കൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഫുള്ളായിട്ട് വേണ്ട, പകുതി മാത്രം മതി. കണ്ടില്ലേ, ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ മാവ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ സോഡ, അതായത് ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലോട്ടേക്ക്, മാവിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഒരു തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കൂടി ഇട്ടത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇവിടെ പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് വെന്തിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മൾ സ്റ്റിക്കൊക്കെ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഇതുപോലൊന്ന് ഒരു കത്തി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വിടിവിച്ചെടുക്കാം. ഇനി നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, അടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല, നല്ല പാകത്തിന് തന്നെ കുക്കറൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ഒരു രുചിയും മണക്കാണ് കേട്ടോ ഇതിലുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. നല്ല സോഫ്റ്റായിട്ട് നല്ല ആരൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക്
മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റും അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പൊതുവേ ഈ ഒരു കലത്തപ്പം ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗം അല്പം പൊങ്ങിയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.